ചൂടി വരമായി നീ നിലാവിൽ. പൊന്നോളം മിന്നി പല കിന്നാരം ചൊല്ലി നിറമായി നീ കാവിൽ. പൊന്നാതിര പൂമണമായി പൊന്നമ്പിളി പൂമഞ്ഞളായി മനതാരിൽ നീ മാണിക്യമായി. പൊന്നാട ചുറ്റി മണിമന്ദാരം ചൂടി വരമായി നീ നിലാവിൽ. പൊന്നോളം മിന്നി പല കിന്നാരം ചൊല്ലി നിറമായി നീ കാവിൽ. ജഗത്കാരും ജഗത്ഗൗരി മനസാ ചിത്തയോഗിനി. ഓം നമ ശിവായ. ഓം ശിവശങ്കരായ നമഃ. നാഗഭഗിനി ഓം ദേവാദിദേവായ നമഃ. നാഗേശ്വരി ഓം ശ്രീ പരമേശ്വരായ നമഃ. ഓം നമ ശിവായ. എന്റെ നാഗദൈവങ്ങളെ, ശ്രീ പരമേശ്വര, അവിടുത്തെ ശിവനാഗത്തിന്റെ അനുഗ്രഹം ഉണ്ടാകണേ ദേവ. ഇവിടുത്തെ സന്തതി ഏതോ ആപത്തിൽപ്പെട്ടിരിക്കണോ. ആ സന്തതിക്ക് ഒരാപത്തും കൂടാതെ ഇവിടേക്ക് വന്നെത്തിച്ചേരണേ. രക്ഷിക്കണേ ഭഗവാനെ, കാവിലെ ദൈവങ്ങളെ കാത്തോളണേ. ഓം ശംഭോ മഹാദേവ, കാത്ത് രക്ഷിക്കണേ. വൈഷ്ണവിയെ തിരിച്ചെത്തിക്കണേ. ജഗത്കാരും ജഗത്ഗൗരി മനസാ ചിത്തയോഗിനി. വൈഷ്ണവി നാഗഭഗിനി ശൈലി നാഗേശ്വരി. ജഗത്കാരും പ്രിയ ആസ്തിക മാതാ വിഷകരി വിശ്വപൂജിത. ജഗത്കാരും ജഗത്ഗൗരി മനസാ ചിത്തയോഗിനി. ഡേ, നേരം കെട്ട നേരത്ത് കാവിലെന്തടി ഒരു പൂജ? നിന്റെ മുത്തശ്ശമ്മയ്ക്ക് എന്താ വല്ല വെളിപാടുണ്ടായോ? അപ്പൊ ഉണ്ണേട്ടനൊന്നും അറിഞ്ഞില്ലേ? ഞാനെന്തറിയാൻ? ഞാനൊരു നിഷേധിയല്ലേ. കാര്യം എന്താ വെച്ചാ പറടി. വൈഷ്ണവിക്ക് പഠിക്കുന്ന സ്ഥലത്ത് വെച്ച് എന്തോ ഒരു വിഷമം ഉണ്ടായി. അതിനുവേണ്ടി മുത്തശ്ശി കാവിലൊരു പൂജ നടത്തി. വൈഷ്ണവിക്ക് എന്താടി? എന്തോറ്റി? വൈഷ്ണവിയുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടണില്ല. കോളേജിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതായും പറയുന്നുണ്ട്. ഫോണിലൂടെ വൈഷ്ണവിയുടെ കരച്ചില് കേട്ടതായും സാവിത്രിയമ്മ പറഞ്ഞു. ഇതുവരെയായിട്ട് ഒരു വിവരവും. ശരിയാണോടി ഇതെല്ലാം? ആ, ആണെന്ന് എല്ലാരും പറയണേ. വേറൊന്നും എനിക്കറിയില്ല. എന്തായാലും മുത്തശ്ശിയമ്മ വൈഷ്ണവിയുടെ രക്ഷയ്ക്ക് വേണ്ടി കാവിലൊരു പൂജ നടത്തിയിട്ടുണ്ട്.
ഏട്ടാ, എന്തെങ്കിലും വിവരമുണ്ടോ? ഫോൺ കിട്ടണില്ലേ? അവര് രണ്ടുപേരുടെയും ഫോണ് സ്വിച്ച് ഓഫാ. ശ്രീയേട്ടാ, നമ്മളെങ്ങനെ വെറുതെ ഇരുന്നാ മതിയോ? എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ശ്രീധര, സാവിത്രി, നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട. കുഞ്ഞുകുട്ടി കാവിൽ പൂജ തുടങ്ങിയിട്ടുണ്ട്. ഫലം ഉണ്ടാവും തീർച്ച. എന്നാ നിശ്ചയായും വൈഷ്ണവിക്കുട്ടിയുടെ വിവരം കിട്ടുക തന്നെ ചെയ്യും. എല്ലാവരും കാവിലേക്ക് വന്നാൽ തൊഴുത് പ്രാർത്ഥിക്കാം. ഇപ്പൊ അതല്ലേ ചെയ്യേണ്ടത്? അമ്മാവാ, അത് മതിയോ? പിന്നെന്താ വേണ്ടത്? അല്ല, ഇവിടെ അടുത്തുള്ളൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ അച്ഛാ? എന്തായി പറയുന്നത്? അവരെ അറിയിച്ചിട്ട് എന്താ വിശേഷം? ഇവിടുത്തെ നാഗദൈവങ്ങളെക്കാൾ നിനക്ക് വിശ്വാസം പോലീസിനെയാണോ ശ്രീധര? ശ്രീധരൻ മാമ, വൈഷ്ണവിക്ക് എന്താ പറ്റിയത്? എന്താ പറ്റിയെന്ന്? വൈഷ്ണവിക്ക് എന്താ പറ്റിയെന്ന് ഇവിടെ ആർക്കും അറിയില്ല ഉണ്ണി. പിന്നെ എങ്ങനെയാ പറയാ? അപ്പോ കല്യാണി പറഞ്ഞതോ? കല്യാണി എന്താ പറഞ്ഞെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവരോടാ ചോദിക്കുന്നേ. വൈഷ്ണവിക്ക് എന്ത് സംഭവിച്ച നീ എന്ത് ചെയ്യുന്ന? കുലദൈവത്തെ വിശ്വസിക്കാതെ തെക്ക് വടക്ക് തെണ്ടി കിടക്കുന്ന നീ എന്ത് ചെയ്യുന്നടാ? വൈഷ്ണവിക്ക് എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടാണോ കാവി പോയി പൂജ നടത്തി രക്ഷിക്കാന്ന് കരുതിയത്? ശ്രീധരൻ മാമ, അമ്മായി, പോലീസിൽ വിവരം അറിയിക്കണം. ഈ മനയുടെ അകത്തുപെട്ട പുറത്തുനിന്ന് ഒരാളുടെ സഹായം കിട്ടില്ല. എല്ലാം പിന്നെ നാഗങ്ങൾ ചെയ്യേണ്ടി വരും. ഉണ്ണി, കാവിലെ പൂജ കഴിയുമ്പോ വൈഷ്ണവിയുടെ ആപത്ത് മാറുന്നും പറഞ്ഞ് വിശ്വസിച്ചിരിക്കുകയാണ് രണ്ടുപേരും. ഒന്നും ശരിയാവില്ല. ആളെ കൊല്ലുന്ന നാഗങ്ങൾ എവിടെ ഉള്ളത്? നാഗങ്ങൾ ചതിക്കും. വേറെ എന്തെങ്കിലും വഴി ആലോചിക്കുന്ന നല്ലത്. അധിക പ്രസംഗം പറയാതെ പോടാ, പോകാൻ. പഠിക്കില്ല, ആരും പഠിക്കില്ല. അനുഭവിച്ചേ തീരൂ. ഉണ്ണി നമ്പൂരി പറഞ്ഞത് കേട്ട് പേടിക്കണ്ട. കാവിലെ പൂജ കഴിഞ്ഞതല്ലേ ഉള്ളൂ. എല്ലാം ശരിയാവും. എല്ലാവരും നാഗദേവിയെ മനസ്സിൽ മുറുകെ പിടിച്ചങ്ങ് പ്രാർത്ഥിക്കുക. വൈഷ്ണവി കുട്ടിയുടെ വിവരം കിട്ടിയിരിക്കും. എന്റെ നാഗദൈവങ്ങളെ, എങ്ങനെയുണ്ട് മോളെ ഇപ്പോ? എന്നെ അഴിച്ചു വിടടാ, അഴിച്ചു വിടാൻ. അഴിച്ചുവിടാനോ? അതിനാണെങ്കിൽ ഞങ്ങൾ എന്തിനാടി ഇത്ര കഷ്ടപ്പെട്ട് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്? മോളെ വൈഷ്ണവി, നീ ഇവിടെ കിടന്ന് ഉറക്കെ കരഞ്ഞാലും ആരും ഇവിടേക്ക് വരില്ല. മഹേന്ദ്രൻ ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രമേ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകൂ. അഴിച്ചു വിടടാ, ഇല്ലെങ്കിൽ നീ അനുഭവിക്കും. ഒച്ച വെക്കാതെ ഇരിക്കടി. നീയാ അനുഭവിക്കാൻ പോകുന്നത്. എന്നെ പരസ്യമായിട്ട് തല്ലിയപ്പോ നീ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചോടി? ഈ നിലയിൽ നിന്നെ പോലൊരു പെണ്ണിനെ പിച്ച് ചീന്തി റോട്ടിൽ ഉപേക്ഷിച്ച എന്നെ ആരും ഒരു ചുക്കും ചെയ്യാൻ പോണില്ലടി. മനസ്സിലായോ നിനക്ക്? നീയും നിന്റെ കൂട്ടുകാരും വീട്ടുകാരും കൂടി കേസും കോടതിയായിട്ട് നടക്കുമ്പോ ഞാൻ നെഞ്ചും പിരിച്ച് ഇവിടെ തന്നെ ഉണ്ടാവും. കേട്ടോടി? നിയമം എനിക്ക് അനുകൂലമായിരിക്കും. നിന്റെ അഹങ്കാരം ഇവിടെ വെച്ച് ഞാൻ തീർക്കാൻ പോകുന്നത് ഞാനല്ല, ദാ ഇവന്മാര്. നീ മഹേന്ദ്രനോട് കളിക്കുമ്പോ സൂക്ഷിക്കണമായിരുന്നേ. എന്റെ പരദേവതകളെ, കുലദൈവങ്ങളെ, ഇവിടെ നിന്നെ രക്ഷിക്കണേ.
ഒന്നും കഴിക്കണില്ലേ? ആഹാരം എടുത്തു വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്കേ. എനിക്കിപ്പോ വേണ്ട. അതെന്താ നീ എന്താ ഇങ്ങനെ പട്ടിണി കിടക്കണത്? എനിക്കിപ്പോ വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ അമ്മായി, ഉണ്ണേട്ടിന് എന്തു പറ്റി? എനിക്കൊന്നും അറിയില്ല എന്റെ രേണു. വൈഷ്ണവിയുടെ കാര്യം അറിഞ്ഞപ്പോ തുടങ്ങിയതാ ഇവിടെ ഈ കുത്തിയിരിപ്പ്. എന്താ ഉണ്ണിയേട്ടാ അത്? വൈഷ്ണവിക്ക് ഒരു അബദ്ധവും വരില്ല. അവൾ ഉടനെ ഇങ്ങ് എത്തും. അതിനല്ലേ മുത്തശ്ശി കാവില് പൂജ നടത്തിയത്? പൂജ? കാവില് പൂജ നടത്തിയ വൈഷ്ണവി വരുമെന്ന് ആരാ പറഞ്ഞേ? അവളെ കാവിലെ നാഗദൈവങ്ങൾ കാക്കുന്ന ആരാ പറഞ്ഞേ? എങ്കി ആ ദൈവങ്ങള് എന്റെ അച്ഛൻ എന്താ കാക്കാതിരുന്നേ? അതൊക്കെ പോട്ടെ, നിന്റെ അച്ഛനെയും അമ്മയും ഈ ലോകത്ത് നിന്ന് എന്തിനാ പറഞ്ഞയച്ചത്? ഉണ്ണിയേട്ടാ, കാവിലെ പൂജയും ഇവിടുത്തെ നാഗങ്ങളും ഒരിക്കലും വൈഷ്ണവിയെ രക്ഷിക്കില്ല. ഉണ്ണി അധിക പ്രസംഗം പറയാതിരിക്കൂ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും പോരെ നിനക്ക്? എങ്കി പിന്നെ ഈ നാഗങ്ങൾ എന്താ അമ്മ അവളെ രക്ഷിക്കാത്തത്? ഇവിടെ ഉള്ളവരെ പിന്നെ എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടനെ തന്നെ വിശ്വാസമില്ലാതെയാ സംസാരിക്കുന്നത്. നാഗമടത്ത് കാവിലെ നാഗങ്ങൾക്ക് സത്യം ഉണ്ടെങ്കിൽ വൈഷ്ണവിക്ക് ഒരു ആപത്ത് സംഭവിച്ചിട്ടില്ല എന്നുള്ള വാർത്ത ഉണ്ണിയേട്ടന്റെ കാതിൽ എത്തിക്കും ഇവിടുത്തെ നാഗദൈവങ്ങൾ. നാഗൻ രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവളെ ആപത്തിലേക്ക് എറിഞ്ഞു കൊടുക്കരുത് നിങ്ങള്. മനക്കകത്ത് അടച്ചിരിക്കാതെ അവളെ രക്ഷിച്ചോണ്ട് വരാൻ പറ നിങ്ങളുടെ കാർന്നോമാരോട്. എന്റെ നാഗത്തമാരെ, ഇവൻ എന്തൊക്കെയാ വിളിച്ചു പറയണത്? ഇവന്റെ അരുതാത്ത വാക്ക് കേട്ട് എന്റെ മോളെ കൈവിടല്ലേ നാഗദൈവങ്ങളെ. അമ്മായി, വൈഷ്ണവിയുടെ കാര്യത്തിൽ ആർക്കും ഒരു ദുഃഖ ആശങ്കയും വേണ്ട. അവളെ ശിവനാഗം കാക്കും, എനിക്ക് ഉറപ്പുണ്ട്. അവൻ പോയിട്ട് കുറെ സമയമായാലോടാ, കാണുന്നില്ലല്ലോ. അല്ല മഹി, ഇവൾ എങ്ങോട്ട് കൊണ്ടുപോകാനാ നിന്റെ പ്ലാൻ? ഇതിനേക്കാൾ സേഫായ മറ്റൊരിടത്തേക്ക്. ഇവളുടെ കൂട്ടുകാർ ചിലപ്പോ പണിയൊപ്പിക്കും. അവര് പോലീസുകാരെ അറിയിച്ചാലോ? കിട്ടിയോടാ? നല്ല ബ്രാൻഡഡ് സാധനം തന്നെ കിട്ടിയിട്ടുണ്ട്. എന്റെ നാഗദൈവങ്ങളെ, എന്നെ രക്ഷിക്കണേ. എന്താടി പിറുപിറുക്കുന്നത്? കൊണ്ടോടാ. എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. നിന്നെ ഇപ്പൊ ഞാനൊന്നും ചെയ്യുന്നില്ലടി. പാവം ഉറങ്ങിപ്പോയടാ. ഇവിടെ പൊക്കിയെടുത്ത് വണ്ടിയിലിടാ. അയ്യോ പാമ്പ്! എടാ പാമ്പ്, പോയിക്കടാ. അയ്യോ പാമ്പ്, വിട്ടടാ. ഈ ഭാഗത്ത് ഒഴിഞ്ഞ സ്ഥലമൊന്നും ഇല്ലല്ലോടാ. നമ്മളിപ്പോ 2-3 സ്ഥലങ്ങളിൽ നോക്കിയില്ലേ, അവിടെ ഒന്നും വൈഷ്ണവി ഇല്ലല്ലോ. ഈശ്വർ, ഇനി എവിടെ പോയി തിരക്കും? നിങ്ങളൊന്ന് സമാധാനപ്പെട്, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. നമുക്കേ മഹേന്ദ്രന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി നോക്കിയാലോ? രാഹുൽ, എന്താടാ? വാ. എന്താടാ? വാ വാ വാ. എന്താടാ? എടാ എന്താടാ? എടാ നീ കാര്യം പറ. ഇതുവഴി ഒരു പാമ്പ് പോയിട്ടുണ്ട്. അളി, അതിന് നമ്മളിവിടെ വന്നത് വൈഷ്ണവിയെ നോക്കാനോ പാമ്പിനെ നോക്കാനോ? ഒന്ന് മിണ്ടായിരുടാ. വാ 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 വാ. ഒന്ന് വാ.
കണ്ണൂർക്ക് വൈഷ്ണവി കണ്ണൂർക്ക് വൈഷ്ണവി 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 എന്ത് പറ്റി വൈഷ്ണവി ആരെന്നെ രക്ഷിച്ചത്? ഇത് ഞങ്ങളാ എന്നെ രക്ഷിച്ചത്. ഞങ്ങളാ നിന്നെ രക്ഷിച്ചേ. ആരെന്നെ രക്ഷിച്ചു? വാ, നടക്ക്. പതുക്കെ. വാ, പിടിച്ച്. എടാ വഴി വാ വേഗം വാ. വസുമതിയമ്മേ, വൈഷ്ണവിക്കുട്ടി അവിടെ നിന്ന് പുറപ്പെട്ടതായി വിളിച്ചു പറഞ്ഞോ? പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങെത്തില്ലേ? അല്ല, കൂടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ആഹാരം കാലാക്കുന്നതിന് വേണ്ടി ചോദിച്ചതാ. എന്റെ നാഗത്താന്മാരെ, എന്റെ വൈഷ്ണവിക്കുട്ടിയെ തിരിച്ചു കിട്ടിയല്ലോ. സാവിത്രി, വൈഷ്ണവി പുറപ്പെട്ടോ? അവര് പുറപ്പെട്ടു. ഇപ്പോഴാ എനിക്കൊരു സമാധാനായത്. എല്ലാ നാഗത്താന്മാരുടെ അനുഗ്രഹ. നമ്മുടെ പ്രാർത്ഥനയും പൂജയും ഒക്കെ ഫലിച്ചു. ശിവനാഗം കടാക്ഷിച്ചു. അല്ലാണ്ട് എന്താ പറയാ. ഇവിടെ ചിലർക്ക് വിശ്വാസില്ലായിരുന്നല്ലോ. ഇവിടത്തെ കുട്ടിയുടെ ആപത്ത് വിട്ടൊഴിയാൻ ആരുടെ സഹായം വേണ്ടി വരില്ലാന്ന് ചിലരൊക്കെ ഓർത്താ കൊള്ളാം. ഉണ്ണിയേട്ടനെ ഉദ്ദേശിച്ച് തന്നെയാ പറഞ്ഞത്. ഇനിയെങ്കിലും കുലദൈവങ്ങളോടുള്ള മനോഭാവം മാറ്റിക്കൂടെ ഉണ്ണിയേട്ടന്? ഇതിലെന്താടി മൊത്തം ഉപ്പാണല്ലോ. നീ എന്നെ ഉപ്പ് കിട്ടിക്കണോ? നീ ഇത്ര നേരം കഴിച്ചോണ്ടിരുന്ന തന്നെയല്ലേ കഴിക്കുന്നത്? എന്നിട്ട് ഉപ്പിന്റെ കാര്യം ഇപ്പോഴാണ് ഓർത്തത്? ഞാൻ ഇവളോടാ സംസാരിച്ചത്. വേറെ കറി എടുത്തോടി. അല്ല, അങ്ങാടി തോറ്റേനെ എന്റെ നേരാണോ ചാടിക്കടിക്കാൻ വരുന്നേ? എടുത്തോണ്ട് പോകാനാ പറഞ്ഞേ. എനിക്കൊന്നും വേണ്ട. ഉണ്ണി മോനെ കഴിക്കടാ. എല്ലാരും കൂടി എന്നെ കളിയാക്കാണല്ലേ? കാണിച്ചു തരാം ഞാൻ. എന്റെ കാവിലമ്മേ, ഇവൻ എന്നാ ഒന്ന് നേരെയാവുക? എന്താ അവനൊരു ദേഷ്യം? എന്തോ ഒരു ദഹനക്കേട് അവന്റെ ഉള്ളിലുണ്ടല്ലോ. ഉണ്ണിയേട്ടന്റെ സ്വഭാവം ഇന്നും ഇന്നലെ നമ്മൾ കാണുന്നതല്ലോ. ഈ ദേഷ്യമൊക്കെ വൈഷ്ണവി വന്നെത്തി കഴിയുമ്പോ താനെ മാറിക്കോളും. രേണു, വൈഷ്ണവിയുടെ കൂട്ടുകാരും വരുന്നുണ്ട്. അവർക്കെല്ലാം താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം. അതിനെന്താ സാവിത്രി, എത്ര ആള് വന്നാലും ഈ മനെ താമസിക്കാനുള്ള ഇടവില്ലേ? പണ്ടൊക്കെ എത്ര ആൾക്കാർ വന്ന് ഉണ്ടും ഉറങ്ങിയും കിടന്ന മനയാ ഇത്. പിന്നെ പ്രത്യേകിച്ച് സൗകര്യം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അവർക്കൊക്കെ ഓരോ ഇഷ്ടങ്ങളും അല്ലേ. ആ, എന്നാ നിങ്ങളുടെ ഇഷ്ടം പോലെ ആവട്ടെ. ഇളയമ്മ വിഷമിക്കണ്ട, അതെല്ലാം ഞാൻ ഏർപ്പാടാക്കിക്കോളാം. ഹലോ, എന്താടാ? ആളെ അറിയില്ലേ? തിരുമേനിയാണെന്ന് അറിഞ്ഞില്ല, ക്ഷമിക്കണം. എടുത്ത് തലവെക്കണം. ഓടാ. തിരുമേനി, മനയിലേക്ക് 3-4 പേര് വന്നിട്ടുണ്ടല്ലോ. അവരൊക്കെ ആരാ? നാഗമടത്ത് മനയിലേക്ക് പല കാര്യത്തിനായി പലരും വരും. വരുന്നവരുടെ എല്ലാം ജാതകം എഴുതി വെക്കലല്ല എന്റെ പണി. അവിടുത്തെ വൈഷ്ണവിക്കുട്ടിയുടെ കൂടെ അവരോടൊപ്പം കണ്ടതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. കൂടെ പഠിക്കുന്നവരായിരിക്കും അല്ലേ? ചോദിച്ചത് ഇഷ്ടമായില്ലെങ്കിൽ ചോദ്യം ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. എന്നാ ഞാൻ പോട്ടെ.
ആകാശബീജായ നാഗായ പ്രമോദായ നമഃ ഓം പൃഥ്വീ വികൽപായ